എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പറവൂരിന്റെ മണ്ണിൽ വികാരാധീനനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കാൽനൂറ്റാണ്ടായി തന്നോടൊപ്പം നിൽക്കുന്ന പറവൂരുകാർക്ക് മുന്നിൽ വാക്കുകൾ ഇടറി കണ്ണുനിറഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തന്റെ പ്രചാരണ ചുമതല പറവൂരുകാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സായം സന്ധ്യയിൽ പറവൂർ മുനിസിപ്പൽ ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചത് ജനസാഗരത്തിന്. പുതിയുഗയാത്രയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പ്രിയ നേതാവിനെ വരവേൽക്കാൻ സിനിമാ താരങ്ങളായ സലീം കുമാറും ധർമ്മജൻ ബോൾഗാട്ടിയും എത്തിയതോടെ ആവേശം ഇരട്ടിയായി. എന്നാൽ പ്രസംഗിക്കാനായി എഴുന്നേറ്റ വി.ഡി. സതീശൻ തികച്ചും വികാരാധീനനായാണ് കാണപ്പെട്ടത്. വേദിയിലേക്ക് വരുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ പാടുപെടുകയായിരുന്നു. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി എന്നെ നയിക്കുന്നതും എന്റെ ഊർജ്ജവും പറവൂരുകാരാണ്. എന്നെ ഒരു രാഷ്ട്രീയക്കാരനായല്ല, കുടുംബത്തിലെ ഒരംഗമായാണ് നിങ്ങൾ ചേർത്തുപിടിച്ചത്. ഇത്തവണ മറ്റു മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോകേണ്ടതിനാൽ പറവൂരിലെ തന്റെ തിരഞ്ഞെടുപ്പ് ചുമതല വോട്ടർമാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം വൈകാരികമായി അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജനപ്രതിനിധിയും വോട്ടർമാരും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ നേർക്കാഴ്ചയായി മാറി പറവൂരിലെ പുതിയുഗയാത്രയുടെ സ്വീകരണം. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഈ പറവൂർ നിയോജക മണ്ഡലത്തിന് സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഈ മൈതാനിയിലേക്ക് ഈ യാത്രയെ നയിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമധേയത്തിൽ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി, സ്നേഹവായ്പോടുകൂടി, ആദരവായ്പോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഐക്യജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് പുതുയുഗയാത്ര. അണികളിലാകെ ആവേശത്തിൻ പുതുനിറമേകും പുതുയുഗയാത്ര. അണികളിലാകെ ആവേശത്തിൻ പുതുനിറമേകും പുതുയുഗയാത്ര. കേരളമാകെ പുതുതണലേറ്റും പുതുമണമേറും പുതുയുഗയാത്ര. കേരളമാകെ പുതുതണലേറ്റും. ഏറ്റവും പ്രിയമുള്ള ശ്രീ സലീമേട്ടൻ, ശ്രീ ധർമ്മജൻ, നമ്മുടെ വേദിയിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എനിക്ക് എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഇന്ന് ഞാൻ ഈ യാത്ര നടത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ UDF ആശയങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മുടെ നാടിനൊരു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നെൻ്റെ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നതെല്ലാം നിങ്ങളാണ്. ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങളെന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. എനിക്ക് അവസാനം ഇവിടെ എത്തണം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഈ യാത്ര വളരെ നിർണായകമായ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഈ യാത്രയുമായി ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ മുഴുവൻ പിന്തുണയുമായിട്ടാണ് ഞാൻ വീണ്ടും യാത്ര തുടരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. ഈ 10 വർഷക്കാലത്തെ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ പിറവി കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സമസ്ത മേഖലകളും ഇവര് തകർത്തിരിക്കുകയാണ്. എല്ലാ മേഖലകളും 5-6 മന്ത്രിമാർ ഒരുമിച്ച് എഴുന്നേക്കുക. അതെന്താണ്? അപ്പോ വ്യാപകമായി നമുക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം നന്നായിട്ടറിയാം. ഇവരുടെ മുഴുവനും കാര്യങ്ങളും അറിയാം.
ഞാൻ പറവൂരിനെ പറ്റി നിങ്ങളോടൊന്നും പറയുന്നില്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും മത്സരിക്കുമ്പോൾ 5 കൊല്ലം എന്ത് ചെയ്തു എന്ന് രേഖകൾ വെച്ച് ഫോട്ടോ വെച്ച് ആ സാധനം വീട്ടിലെത്തിച്ചു കൊടുത്തിട്ടാണ് നോമിനേഷൻ കൊടുക്കാൻ പോവാറ്. അറിയാലോ, ഓരോ 5 കൊല്ലം എന്ത് ചെയ്തു എന്ന് നുണയെന്ന് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഓരോ 5 കൊല്ലവും എന്ത് ചെയ്തു എന്ന് അടിച്ച് അതിൻ്റെ ഫോട്ടോ കൂടി വച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകാറുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം എന്തു ചെയ്തു എന്ന് ജനങ്ങൾക്കറിയാം. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. കേരളം വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പണ്ടാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടാകും. ഒരാഴ്ച ഞാൻ പ്രചരണത്തിന് പോവാറ്. ഇനി എൻ്റെ ഈ UDFന്റെ പ്രചരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളെല്ലാവരും കൂടിയാണ് നടത്തേണ്ടത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ്. സാധാരണ ഞാൻ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ വരാൻ വേണ്ടി. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട്, നന്നായി SIRന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നമുക്ക് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ കിട്ടി. പല പഞ്ചായത്തുകളിലും പേരിന് മാത്രമാണ് CPMന് ആളുകൾ ഉള്ളത്. ഉജ്ജ്വലമായ വിജയമാണ് നേടിയത്. ജയിച്ചു വന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നമ്മുടെ ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. Thank you.